നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡന്റ്. ബഹുമാനിയെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസകളും. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളു. മറ്റൊന്ന്, സിദ്ദീഖിൻ്റെ ചരമവാർഷിക ദിനമാണ്. അദ്ദേഹത്തിൻ്റെ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാന്യരെ, മഹാത്മാഗാന്ധി പറഞ്ഞു, ഒരു റോസാ ചെടിയുടെ പൂവിൽ നിന്ന് പൂ നുള്ളുമ്പോൾ ഒരു റോസാ ചെടിയിൽ നിന്ന് പൂ നുള്ളുമ്പോൾ അതിൻ്റെ ആത്മാവ് വേദനിക്കും. അതിൻ്റെ മറ്റു രൂപത്തിലാണ് ഇസ്ലാം പറയുന്നത്, നിങ്ങൾ മറ്റാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്ന പോലും പാവമാണ്. മോശമായി ചിന്തിക്കാൻ പോലും പാടില്ല. ചിന്ത കഴിഞ്ഞുള്ള പ്രവൃത്തി അങ്ങനെ എല്ലാവരും ആയിരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ആരെയും ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത് സത്യമാണ്, യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ കലുഷിതമായ അന്തരീക്ഷത്തിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദു സമുദായങ്ങൾ, അവർക്കൊരു പോർലമേൽക്കാതെ സംരക്ഷിക്കേണ്ട ബാധ്യത അവിടുത്തെ ഭൂരിപക്ഷ സമുദായമായ മുസ്ലിം നേതാക്കൾക്കും മുസ്ലിം ബഹുജനങ്ങൾക്കും ഉണ്ട്. നിങ്ങളത് കടമ നിർവഹിക്കണം. അതിന് മുന്നോടിയായിട്ടാണ് മുസ്ലിം പള്ളികളിൽ നിന്നും ബംഗ്ലാ ഭാഷയിൽ ഹിന്ദു സഹോദരങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം, ദേവാലയം ആക്രമിക്കുന്നത്, ഇങ്ങനെ വാർത്ത ഓരോ മിനിറ്റിലും അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചില കുബുദ്ധികൾ അവിടെ എല്ലാം നശിപ്പിച്ചു, ഇവിടെ എല്ലാം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു അത് അവർ ക്ഷീരമുള്ള ഒരു അകിടും ചുവട്ടിലും കൊതുകിന് ചോരതിനെ കൊതുക് എന്ന് പറയും പോലെ അങ്ങ് ചെയ്യട്ടെ. ഞാൻ ഈ പറയുന്ന സമയത്ത്, അതായത് 2024 ഓഗസ്റ്റ് മാസം 8 തീയതി വ്യാഴാഴ്ച 8 മണിക്ക് ശേഷം ബംഗ്ലാദേശിൽ താൽക്കാലിക മന്ത്രിസഭ രൂപീകരണം നടന്ന് അതിൻ്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ് നോബൽ സമ്മാൻ ജേതാവായ മുഹമ്മദ് ും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ ജയശങ്കർ വക്കീൽ, ഇന്ന് അദ്ദേഹം ഒരു വലിയ ആളാണ്, ചാനൽ ചർച്ചയിലുണ്ട്, ABC-യിലൊക്കെ ഉണ്ട്, എല്ലാം വരുന്നതാണ്, സാമാന്യ ബുദ്ധിജീവിയാണ്, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം ഇന്ന് മുല്ലപ്പെരിയാറിനെ കുറിച്ചൊരു ഫീച്ചർ നടത്തി. അതേക്കുറിച്ച് ചില സംശയങ്ങളാണ്. ഒന്ന്, ഒരു ജസ്റ്റിസ് KT തോമസ് പറഞ്ഞു 1000 വർഷത്തേക്ക് പോലും മുല്ലപ്പെരിയാർ ഒന്നും പറ്റില്ല. അതന്ന് അതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാർ പറയുന്നത്, അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി ശ്രമിച്ചു, അപ്പോൾ ജയിലിൻ്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് ചെയ്തതെന്നും ജയിലിൽ എന്നാൽ അത് സപ്പോർട്ട് ചെയ്യില്ലെന്നും അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയില്ലെന്നും പറയും. മറ്റൊന്ന്, PC ജോർജാണ് മുല്ലപ്പെരിയാറിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുന്ന രണ്ടാമത്തെ ആളെന്നാണ് ജയശങ്കർ പറയുന്നത്. മൂന്നാമത്തെ ആള് ലോക ബുദ്ധിമാനും തന്ത്രജ്ഞനുമായ അഡ്വക്കേറ്റ് ജയശങ്കറാണെന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മുല്ലപ്പെരിയാർ പൊട്ടായിരിക്കും ചെയ്യട്ടെ, അതല്ല ഇവിടെ വിഷയം. അത് ഭൂകമ്പ മേഖലയിലാണെന്ന് ഏതാണ്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 1.5 നൂറ്റാണ്ടോളം മുൻപ്, അത്രയില്ല, കുറച്ച് കുറവുണ്ട്, പണിത് ആ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്നത്തെ പോലെ ഭൂകമ്പ പ്രതിരോധ ശേഷിയിൽ ഫൗണ്ടേഷൻ കൊടുത്തല്ല. അപ്പം അതുകൊണ്ട് ഭൂകമ്പ മേഖല ആയതുകൊണ്ട് അതിന് പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ഒരു ഫൗണ്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമല്ലേ ജയശങ്കർജി. നമ്മൾ ഈ പറയുന്ന ഏതാണ്ട് മണിക്കൂർ മുമ്പാണ് ജപ്പാനിൽ 7.1 അളവിൽ ഭൂകമ്പമുണ്ടായത്. അതിന് നാശനഷ്ടങ്ങൾ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ഒരു സംശയം എനിക്കില്ല, അണക്കെട്ട് പൊട്ടുന്ന കാര്യത്തിൽ ജയശങ്കർജി ഇത്രയും തറപ്പിച്ച് പറയുമ്പോൾ അങ്ങയുടെ ആത്മാഭിമാനത്തെയോ അങ്ങനത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ അങ്ങയുടെ അഭിമാനത്തെയോ ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തമിഴ്നാടിനെ സംബന്ധിച്ച് മുല്ലപ്പെരിയാർ എന്നുള്ളത് ജീവന്മാരുടെ പ്രശ്നമാണ്. മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ വെള്ളം കുടിച്ച് മരിക്കുമെങ്കിൽ
അവർ വെള്ളമില്ലാതെ മരിക്കും. പൊന്നിൻ സൂചിയാണെങ്കിലും ചെമ്പിൻ സൂചിയാണെങ്കിലും ഇരുമ്പിൻ സൂചിയാണെങ്കിലും കണ്ണിക്കൊണ്ട് പൊട്ടും എന്ന് പറയും പോലെ അത് അപകടം തന്നെയാണ്. ഇനി മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് തമിഴ്നാട് ചെയ്ത ഓരോ ബഡ്ജറ്റിലും പെർ ഇയർ ആണുള്ള ബഡ്ജറ്റ് 5000 കോടി രൂപ മാറ്റി വയ്ക്കുന്നുണ്ട്. എന്താണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ വരുത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായി സംസാരിക്കുന്നത് വിലക്കെടുക്കാൻ വേണ്ടി 5000 കോടി രൂപയാണ് ഒരു കൊല്ലത്തിൽ ആ ഗവൺമെൻറ് മാറ്റി വയ്ക്കുന്നത്. മിസ്ലേനിയസ് പല വകയിൽപ്പെടുത്തി. അപ്പോൾ കേരളത്തിലെ പോലെ ബുദ്ധിജീവികൾ, ഞാൻ ജയശങ്കറിനെ കുറിച്ചല്ല പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്, ബുദ്ധിജീവികൾ മുല്ലപ്പെരിയാറിന് വേണ്ടി വാദിക്കുകയോ അല്ലെങ്കിൽ അത് തടസ്സമില്ലാതെ പറയുകയോ ചെയ്യുന്നവരെ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ അങ്ങനെ പ്രസംഗിക്കാൻ കഴിവുള്ളവരെ നേരത്തെ തന്നെ അവർ ഏജന്റുമാർ കണ്ടുപിടിച്ച് അവർക്ക് പാരിതോഷികം കൊടുത്ത് ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യിക്കാറുണ്ട്. അതൊരു സത്യമാണത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും ജയശങ്കറിനെ കുറിച്ച് പറഞ്ഞല്ല, തെറ്റിദ്ധരിക്കരുത്. നാളെ കോടതിയിലും പോകരുത്. കാരണം അദ്ദേഹത്തെക്കുറിച്ചല്ല പറഞ്ഞത്. പക്ഷെ അങ്ങനെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് വാദിക്കുന്നവർക്ക് ചില സഹായങ്ങൾ കിട്ടാറുണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം ഇതിനേക്കാൾ പഴക്കം കുറഞ്ഞ ഡാമുകളെല്ലാം അറിഞ്ഞോ അറിയാതെയോ, അതായത് നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ നിയന്ത്രണമില്ലാതെയോ തകർന്നിട്ടുണ്ട്. ചൈനയിൽ ഉൾപ്പെടെ, അമേരിക്കയിൽ ഉൾപ്പെടെ, ഇപ്പോൾ താങ്കൾ ലിബിയയിൽ. അപ്പോൾ ഇത്രയും 150 വർഷം പഴക്കമുള്ള ഈ ഡാമിന് നിലനിർത്തി അവിടെ പകരം ഒരു ഡാം പണിത് എന്നിട്ട് ഇത് ഡീകമ്മീഷൻ ചെയ്ത് തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കുക, മലയാളികളുടെ ജീവൻ രക്ഷിക്കുക. അതാണ് പറയുന്നത്. നമ്മൾ പറയുന്നതാണ്. അതായത് മുല്ലപ്പെരിയാർ ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്ത മേഖല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്ലെക്സുകളൊക്കെ വന്നിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ്. അങ്ങനെ വരുമ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യമുണ്ടെങ്കിൽ തന്നെയും അത് എത്രയോ വർഷം പിടിക്കുവാനും ഉണ്ടാക്കിയെടുക്കാൻ. പകരം ഉണ്ടാക്കിയെടുക്കണ്ടേ? ഉണ്ടാക്കിയെടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും അതിൻ്റെ ഭാവിയൊക്കെ നോക്കുമ്പോഴാണ് അന്നത്തെ പോലെ ഇന്ന് മാപ്പിള കലാശികൾ, ആരോഗ്യമുള്ള തൊഴിലാളികളില്ല. സിമെൻറ്റ് കിട്ടാനില്ല, പാറ പൊട്ടിക്കാനും പാടില്ല, പൊട്ടിച്ചത് കിട്ടാനില്ല, അങ്ങനെ ദുർലഭമാണ്. ഇതൊക്കെ ചെയ്തു തന്നാൽ 20 വർഷം പിടിക്കുന്നതാണ്. അതിന് ഉപോത്ബലകമായിട്ട് ചില ബുദ്ധിജീവികൾ പറഞ്ഞ ഒരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം എന്നറിയുമോ? ഇപ്പം 136 അടി അത് കൂട്ടി 142 അത് 156 വേണമെന്നാണ് തമിഴ്നാട് പറയുന്നത്. അപ്പോൾ പുതിയ ഡാം പണിയണ ഇത്തരം വർഷങ്ങൾ പിടിക്കും, പണിതാത്തനും സുരക്ഷ പറയാൻ പറ്റില്ല. അതിന് പകരമായിട്ട് പറഞ്ഞത് ഇപ്പം 136 142 എന്നുള്ളത് 100 അടിയായി കുറക്കുക, അതായത് 42 കുറക്കുക. എന്നിട്ട് 2 ടണൽ വഴി വെള്ളം തമിഴ്നാടിൻ്റെ ആ അണക്കെട്ടി കൊണ്ട് സ്റ്റോക്ക് ചെയ്യുക, അവിടുന്ന് ആവശ്യം അവർക്ക് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട്ടിൽ വെള്ളം കിട്ടാതിരിക്കുകയില്ല. നമുക്ക് അത് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഇടുക്കി ഡാം അത് ഉൾക്കൊള്ളാനുള്ള സാധ്യതയുണ്ട്. 100 അടി ആണെങ്കിൽ 150 അടി എന്ന് പറഞ്ഞാൽ 50% കൂടുതലാണ്. അതിൻ്റെ ശക്തിയൊക്കെ വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരു നിർദ്ദേശം ചില ബുദ്ധിജീവികളിൽ നിന്നുണ്ടായിട്ടുണ്ട്. അത് ഇത്രമാത്രം പ്രായോഗികമാണെന്നറിയില്ല. ഒരിക്കൽ വേറെ നിർദ്ദേശം വെച്ചത് ഈ തുരങ്ക വഴി കൊണ്ടുപോകുമ്പോൾ ഈ പറഞ്ഞ ഇതിലൊക്കെ കരിങ്കൽ മലയാണെന്ന് പറഞ്ഞത്, കരിങ്കൽ മേഖലയാണ്. അവിടെയൊക്കെ താഴ്ത്തി ഉണ്ടാക്കാനൊക്കെ വലിയ പ്രയാസമുണ്ട്. അപ്പം അങ്ങനെയെല്ലാം ചില പാരിസ്ഥിതിക വിഷയങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് തമിഴ്നാടിനെയും കേരളത്തെയും കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ടോടി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി എങ്ങനെ നമ്മൾ മലയാളികൾ ജീവൻ രക്ഷിക്കാം, തമിഴ്നാട് വെള്ളം കൊടുത്ത് അവരും ജീവൻ രക്ഷിക്കുക, അതിന് കേന്ദ്ര സപ്പോർട്ട് ചെയ്ത് ഇവരെ ഇരുത്തി പറയണം. കോടതി എന്നൊക്കെ പറഞ്ഞാൽ കോടതിക്ക് ഒരു ലിമിറ്റില്ലേ? കോടതിക്ക് ആജ്ഞാപിക്കലേ പറ്റുള്ളൂ, അത് നടപ്പിലാക്കാൻ പറ്റുമോ? ഇംപ്ലിമെൻ്റ് ചെയ്ത് സർക്കാരല്ലേ. അപ്പം അതുകൊണ്ട് കോടതിയെ ഭാരം ഏൽപ്പിച്ച് കൈയൊഴിയാതെ കേന്ദ്രം ഭരിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാരത സർക്കാർ എന്ന് പറയുന്ന ആ സർക്കാർ തമിഴ്നാടിനെയും ഇവിടെ നീഡി പീപ്പിൾ ഗുണഭോക്തൃ ആരാണ്? ഒന്ന് തമിഴ്നാട്, ഒന്ന് കേരളമാണ്. കർണാടകയ്ക്ക് ഉണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങൾ അതും ചിന്തിച്ച് കർണാടകയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ബാംഗ്ലൂർ യോഗം കൂടിയാലും ആലോചിച്ചു. അപ്പോൾ കർണാടകയും തമിഴ്നാടും തമ്മിൽ കാവേരി നദിയുടെ വിഷയമുണ്ട്. അതിൽ ഇത് കൂട്ടിക്കൊഴിച്ചാൽ അത് പ്രശ്നമാകുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അത് വിട്ടുകളഞ്ഞ്.
ഞങ്ങൾ ചിന്തിക്കാതിരിക്കുന്നില്ല, വർഷങ്ങളായിട്ടുള്ള ചിന്തയുള്ളത്. ഇന്നും ഇന്ത്യ തൊഴിൽ വർഷങ്ങളായിട്ടുള്ള പ്രവർത്തനമാണ്, അതിൻ്റെ സ്റ്റഡി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് കർണാടകയിൽ ബാംഗ്ലൂർ യോഗം കൂടാന്ന് വെച്ചാൽ അതാണൊരു മീഡിയേറ്റർ എന്നല്ലേ. പക്ഷെ അപ്പോൾ കാവേരി പ്രശ്നം വന്ന അപകടമാണ്. അതുകൊണ്ട് അത് മാറ്റിവെച്ച് തമിഴ്നാടും കേരളം കൂടി, പ്രത്യേകിച്ച് ഇന്ന് അനുകൂലമായ ഘടകം എന്തറിയുമോ? തമിഴ്നാട് ഭരിക്കുന്നത് സ്റ്റാലിനാണ്. സ്റ്റാലിൻ വെറും മുഖ്യമന്ത്രി മാത്രമല്ല, അത് കേപ്പബിൾ ആയിട്ടില്ല ശക്തനായ മുഖ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. കേരളം ഭരിക്കുന്ന പിണറായി സഖ, അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ അല്പം കുറവുണ്ടെങ്കിലും അല്പം ശക്തനായ മുഖ്യമന്ത്രിയാണ്. ഈ രണ്ട് മുഖ്യമന്ത്രികളും വളരെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടുമാണ്. അവർ മാനസികമായിട്ടും താത്വികമായിട്ടും പിന്നെ എല്ലാം വളരെ അടുത്ത് യോജിച്ചു പോകുന്നതാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒന്ന് ഇരുന്ന് സംസാരിച്ച് തീർത്തെങ്കിൽ, എന്നിട്ട് കേന്ദ്രത്തെ സുപ്രീം കോടതി അറിയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം പോലും ഇടപെടേണ്ട, സുപ്രീം കോടതി ഇടപെടേണ്ട, നിങ്ങൾ തമ്മിൽ ധാരണ എത്തിയാൽ മതി. രണ്ട് കക്ഷികൾ തമ്മിൽ ധാരണ എത്തിയാൽ പിന്നെ കോടതിക്ക് എന്ത്, കേന്ദ്ര ഗവൺമെൻറ് എന്ത്, അവരങ്ങ് പാസ്സാക്കും. അതിന് പോലും ഇത്രയും 7 വർഷമായിട്ട് പിണറായി സഖ വന്നിട്ട് ആ ഒരു വാക്കുപോലും കേരളം തമിഴ് തണുക്കിട്ടാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പുറകിൽ വൻ പിന്നെ തട്ടിപ്പും വഞ്ചനയൊക്കെ ഉണ്ടെന്നേ കക്കാൻ വേണ്ടി മാത്രമാണ് പിണറായി സഖാവരായില്ല ഈ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാതെ ഈ വിദഗ്ധന്മാർ പറഞ്ഞ രീതിയിൽ 100 അടിയെ നിർത്തി ബാക്കി ടണൽ വഴി കൊണ്ടാൽ അവസരം കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അതായിരുന്നൊരു പരിഹാരം. ഇതൊന്നും നമ്മുടെ ഗവൺമെൻറ് ചിന്തിക്കുന്നില്ല. തന്നെയുമല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അൺലൈക്ലി കണ്ടീഷനാണ്, ഉണ്ടായാൽ എന്താണ് പരിഹാരം? അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ? എന്തെങ്കിലും മുൻകരുതലെടുക്കാൻ പറ്റുമോ? ഇതൊന്നും ഇതേവരെയും പിണറായി സർക്കാർ വന്നിട്ട് 7 വർഷം കഴിഞ്ഞു. അതിന് ഉമ്മൻചാണ്ടി സർക്കാർ വന്നിട്ട് അത്ര വർഷമായി. അതിന് ആന്റണി സർക്കാരിൻ്റെ, അച്യുതാനന്ദൻ്റെ എല്ലാ മുഖ്യമന്ത്രിമാരും ഉണ്ടായി, കാലത്തുണ്ടായി, വിദഗ്ധന്മാരും മിടുക്കന്മാരും. അങ്ങനെ മുഖ്യമന്ത്രിയാണല്ലോ അച്യുതാൻ്റെ കാലത്താണല്ലോ അത് 70 പുതിയ കരാർ കൊടുത്ത് 998 കൊല്ലം, 1000 വർഷം, 1 വർഷം കുറച്ച്. അങ്ങനെ എഗ്രിമെൻ്റ് ലോകത്തില്ല. ഇത് ഒരു കാര്യം മനസ്സിലാക്കുക, 2 കക്ഷികൾ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുക. അതിനാണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. എഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഒരു കക്ഷിക്ക് മാത്രമാണ് അനുകൂലമെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് ആ എഗ്രിമെൻ്റ് ക്യാൻസലാകുമെന്ന് വേൾഡ് ലോക നിയമമുണ്ടെന്നേ. അപ്പോൾ ഇപ്പോഴത്തെ എഗ്രിമെൻ്റ് 990 വർഷത്തേക്ക് എഗ്രിമെൻ്റ് തമിഴ്നാട്ടിൽ മാത്രം അനുകൂലമായതുകൊണ്ട് ആ ഒറ്റ കാരണം കൊണ്ട് നമ്മൾ ആ എഗ്രിമെൻ്റ് ഇല്ലാതെയാക്കാൻ പറ്റും. സുപ്രീം കോടതി മുഖേന ഇടപെട്ടാൽ അതിന് വാദിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആത്മാർത്ഥതയുള്ള ബുദ്ധിയുള്ള വക്കീലന്മാർ വേണം. പൈസ വാങ്ങിച്ചു പോയിക്കുന്ന വക്കീലന്മാർ വരില്ല. നല്ല ആത്മാർത്ഥ രാജ്യസ്നേഹമുള്ള ബുദ്ധിയുള്ള വക്കീലന്മാരും ആ എഗ്രിമെൻറ്റിൽ, ഇപ്പം ഞാനതൊന്നും അഡ്വക്കേറ്റില്ല, പക്ഷെ ഞങ്ങൾ ലോക പരിചയമുള്ള പറയണം, ആ വക്കീൽ സുപ്രീം കോടതി ജഡ്ജിയുടെ മുഖത്ത് നോക്കി പറയണം ഇങ്ങനെയാണ് ഈ ക്ലോസ്. അതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ ഈ എഗ്രിമെൻറ്റ് അൺവാലിഡ് ആണ് എന്ന്. എന്താണ് എഗ്രിമെൻറ്റ്? വെള്ളവർക്ക്, മത്സ്യവർക്ക്, കരണ്ട് പിടിക്കാർക്ക്, എല്ലാവർക്ക്, ഡാമിൻ്റെ നിയന്ത്രണവർക്ക്. പക്ഷെ നമ്മുടെ സ്ഥലത്ത് ഉണ്ടെന്നല്ല, നമുക്കൊരു അവകാശമില്ല. അത് കൊടുത്തിരിക്കുന്ന ചെറിയ എത്ര കോടി രൂപയുടെ കരണ്ടാണ് തമിഴ്നാട് ഉണ്ടാക്കുന്നത്. നമുക്ക് കിട്ടുന്നത് നക്കപ്പിച്ച് 5 ലക്ഷം പറ്റാതെ കൊല്ലത്തിൽ കിട്ടുന്നത്. അതൊക്കെ ഇപ്പോൾ നമ്മൾ ലാഭം നോക്കുന്നില്ല. തമിഴ്നാട് വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷെ നമ്മുടെ നിലനിൽപ്പ്, ജീവൻ നിലനിർത്താനുള്ള വഴി നോക്കണ്ടേ? ഇതിപ്പോൾ ഈ ടണൽ പണിയത്തിന് 2 വർഷം പിടിക്കും. അതുപോലെ 2 സെക്കൻഡ് നിൽക്കാൻ പറ്റാത്ത സ്ഥലമാണ് ഈ ഭൂകമ്പ മേഖലയാണെങ്കിൽ. എന്നിട്ട് നമ്മൾ ഒരു ഉത്സാഹമില്ലല്ലോ, ഒരു ധാരയില്ല, കേന്ദ്രത്തിനില്ല, സ്റ്റേറ്റിനില്ല, തമിഴ്നാടില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം, വോട്ട് ബാങ്കിന് മാത്രം. ഇതിൽ ഒരു പറ്റം നിരവധി. അപ്പോൾ വയനാട്ടിൽ ഉരുളുപൊട്ടി അറിയാതെ മരിച്ചുപോയി. അവരൊന്നും അറിയുന്നത് ഉറക്കത്തിൽ പോവാണ്, അറിയാതെ മരിച്ചു. എന്നിട്ടും ചില ഭരണകക്ഷികൾ പറയുന്നറിയോ, അത് കയ്യേറിയിട്ടാണ്. ഇന്നലെ ഞാൻ പറഞ്ഞത് കയ്യേറി, എവിടെ വസ്തു കാശെടുത്ത് വാങ്ങിച്ചല്ലേ, കയ്യേറിയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നിട്ട് അതൊക്കെ പറഞ്ഞ് ആസ്വദിക്കാനും ആഘോഷിക്കാനും ഈ മന്ത്രിമാർക്കും ഭരണകൂട നേതാക്കൾക്ക് സാധിക്കുമെങ്കിലും അനുഭവിക്കുന്നത് പാവപ്പെട്ട ജനതയാണ്. പാവപ്പെട്ട ജനതയിൽ വെറും എല്ലാം കൊണ്ട് വീക്കായവർ അവരാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും സ്റ്റാലിൻ മുഖ്യമന്ത്രിയും ഇരുന്ന് സംസാരിച്ച് നിങ്ങൾക്ക് വെള്ളം തരുന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു എതിർപ്പുമില്ല. നിങ്ങൾക്ക് വെള്ളം തല്ലുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ്, ബി ഇന്ത്യൻ ബൈ ഇന്ത്യൻ പോലെ ഇന്ത്യക്കാരൻ എല്ലാം ഒന്നാണ്, സംശയക്കാര്. നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്, അതുപോലെ ഞങ്ങളുടെ ജീവൻ ആവശ്യമാണ്, അതുകൊണ്ട് നിലനിൽക്കേണ്ട ആവശ്യമാണ്. ഇത് രണ്ടും കൂടി എന്താണ് വഴി എന്ന് ആലോചിച്ച് ചെയ്ത് നിങ്ങളൊരു ധാരണ എത്തിയിട്ട് ആ ധാരണ സുപ്രീം കോടതി അറിയിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് എന്താ,
അവരത് സമ്മതിക്കും. അപ്പോൾ എഗ്രിമെൻ്റ് തെറ്റാകട്ടെ ശരിയാകട്ടെ അത് നമ്മൾ എടുക്കണ്ട, അത് ചെയ്തു പോയി, ഞാൻ കുറ്റം പറ്റി കാര്യമില്ല. പക്ഷേ കോടതി പോയാൽ ആ ഒരു കാരണം കൊണ്ട് എഗ്രിമെൻ്റ് ക്യാൻസൽ ആകുന്നുള്ള വേറൊരു ലോ പറഞ്ഞോളൂ. ഇവിടെ എല്ലാം ലോ അല്ലല്ലോ നടക്കുന്നത്, എല്ലാം നിയമപരമായിട്ട് മാത്രമൊന്നുമില്ല, അതൊക്കെ പല കേസും അങ്ങനെയാണ്. പോട്ടെ, അങ്ങനെ ദാരിദ്ര്യ പ്രശ്നം തീർക്കാമായിരുന്നു. പക്ഷെ അതിന് പോലും ചിന്തിക്കുന്നില്ല. ഇവിടെ എന്താണ് അഴിമതി ചെയ്യണം, കട്ടുണ്ടാക്കണം, പണം ഉണ്ടാക്കണം എന്നല്ലാതെ യാതൊരു രാജ്യ നന്മയെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവോ, ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ വിവരം വേണം, നോളജ് വേണം, അത് ലോകപരിചയം വേണം. ഇതൊന്നുമില്ലല്ലോ. എങ്ങനെ നമുക്ക് കട്ടെടുക്കാം, എങ്ങനെ നമുക്ക് പണം ഉണ്ടാക്കാം എന്നുള്ള ഏത് ഗവൺമെൻറ് തന്നെയാണ് ചിന്തിക്കുന്നത്. ഇപ്പം അങ്ങനെ ചിന്തിച്ച് ബംഗ്ലാദേശിൽ കണ്ടില്ലേ, 15 വർഷം അവർ രാജ്യം ഭരിച്ചു, രാജ്യം കുറച്ചൊക്കെ പുരോഗതിയിലായിട്ടുണ്ടായി. പക്ഷെ എങ്കിലും അവർ ആ ജനങ്ങളെ കണ്ടില്ല. ജനങ്ങളെ കാണണ്ടേ? ഈ ജനശക്തിയുടെ മുമ്പിൽ ഒരു മന്ത്രി, ഒരു മുഖ്യമന്ത്രി, ഒരു പട്ടാളം നടക്കില്ല, വിജയിക്കില്ല, ഇമ്പോസിബിളാണ്. അത് മനസ്സിലാക്കുന്നപ്പോൾ ജീവൻ കൊണ്ട് ഉടുത്ത തുണിയാളെ ഓടിയില്ലേ? ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കാണാനല്ലേ, യാഥാർത്ഥ്യത്തിലൊക്കെ. ഇത് 10,000 5,000 വർഷം എഴുതിയ ചരിത്ര പുസ്തകമല്ലല്ലോ, യാഥാർത്ഥ്യമാണ്, ലൈവാണ് കാര്യങ്ങളൊക്കെ. ബംഗ്ലാദേശ് ഇപ്പോൾ കമ്മിറ്റി അവിടെ മന്ത്രിസഭ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നിട്ട് നമ്മുടെ മന്ത്രിമാർക്കോ ഒന്നും ഒരു താല്പര്യമില്ല, ശ്രദ്ധയില്ല. പക്ഷെ ഒരു കാര്യം പറയാം, എബ്രാഹിം ലീഗിൻ്റെ ഭാഷ കടയെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ പോണ്. ഒരാൾ എല്ലാ കാലത്തേക്കും, എല്ലാവരും കുറേ കാലത്തേക്കും പറ്റിക്ക് വഞ്ചിക്ക് ചെയ്യാമെങ്കിലും എല്ലാവരും എല്ലാ കാലത്തും പറ്റിക്ക് വഞ്ചിക്കാൻ സാധ്യമല്ലെന്നുള്ള ആ വാക്ക് കടമെടുത്തവരാണ് കേന്ദ്ര ഗവൺമെൻറ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളായാലും. ഗവൺമെൻറ് പലതുകൊണ്ടല്ലോ സ്റ്റേറ്റ് ആയാലും. നിങ്ങൾ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത്. ഇന്ന് കേരളത്തിൽ ജനത ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ വിഷണ്ണരാണ് മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച്. കാരണം വെച്ചാൽ സംതിങ് റോങ്, അവരങ്ങനെ സംശയിക്കുകയാണ്, സംതിങ് റോങ്. കാരണം മറ്റു അനുഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ലോകത്തുള്ള പല അണക്കെട്ടുകൾ, ചൈനയിൽ പൊട്ടിയ അണക്കെട്ടുകൾ, പിന്നെ ഇന്നലെ ലിബിയയിൽ നടത്തിയത്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ ഭയങ്കരമാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് പറയാണ് ഞാൻ ഈ ഗവൺമെൻറ്റുകളോട്. അപ്പോൾ ഈ ഇത്രയും കാര്യം പറയുന്നതിന് ശേഷം അവസാന ഒരു കാര്യം പറയുന്നത് അത് ലോക്കൽ കാര്യമാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ട്രിവാൻഡ്രത്ത് കണ്ടില്ലേ, നിയമം, പിന്നെ അതൊക്കെ പേര് മാറ്റി നോർത്ത് ടി.വിയും സൗത്ത് ടി.വിയും. ഓക്കെ, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ എറണാകുളത്താണെങ്കിൽ എറണാകുളം ടൗൺ എന്ന ബോർഡാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ടൗൺ എന്ന് കേൾക്കുമ്പോൾ സാധാരണയിൽ കേരളത്തിൽ വെളിയിൽ നിന്ന് വരുന്നവരും അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്നവരും ഇറങ്ങുന്നത് ടൗണിൽ ഇറങ്ങും. പക്ഷേ ടൗൺ കിടക്കുന്ന ഒരു ജംഗ്ഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ചെറിയൊരു പരാതിപ്പെട്ടെന്ന് ലാലുജിയുടെ കാലത്ത് നമ്മുടെ റെയിൽവേയിൽ കുറേ കാലം ഉണ്ടായില്ല, അതിൻ്റെ ഇതിൽ ഇട്ട് അത് എറണാകുളം ടൗൺ മാറ്റി എറണാകുളം നോർത്താക്കി. ഓക്കെ, ഒരു പരിധിവരെ ശരി. എൻ്റെ എറണാകുളം സൗത്ത് അല്ലെങ്കിൽ എറണാകുളം ജംഗ്ഷൻ ഇനി ചെയ്യേണ്ടത് എന്നിപ്പോൾ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. നമ്മൾ എറണാകുളം എന്ന് പറഞ്ഞാൽ പലരും അറിയില്ല, നമ്മൾ അറിയുന്ന കൊച്ചി എന്നറിയാൻ അറിയപ്പെടുന്നത്, ലോകം അറിയപ്പെടുന്നത് കൊച്ചി എന്നാണ്. പക്ഷെ കൊച്ചി എറണാകുളത്ത് വലിയ ബന്ധമില്ല എന്നോ അതുള്ളൂ. അതിന് പകരം ഞങ്ങൾ നിർദ്ദേശം വെച്ച് കൊച്ചി ഒരു കോർപ്പറേഷൻ, എറണാകുളം കോർപ്പറേഷൻ 2 കോർപ്പറേഷൻ ആക്കി പരിഹരിക്കുന്നതാണ്. അപ്പോൾ അയോധ്യയിൽ, പിന്നെ അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ജില്ലയുടെ പേര് മറ്റു പേരാണല്ലോ. അപ്പോൾ അതുപോലെ അങ്ങനെ പേര് മാറ്റാൻ ബുദ്ധിമുട്ടാണ്, നമ്മൾ അത് പറയുന്നില്ല. തൽക്കാലം കൊച്ചി എന്ന് കൊടുത്തിട്ട് കൊച്ചി ജംഗ്ഷൻ, കൊച്ചി സൗത്ത്, കൊച്ചി നോർത്ത് എന്ന പേരിൽ ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്ന് ഒരു അഭിപ്രായമുണ്ട്, ചിന്തിക്കാൻ വേണ്ടിയാണ്. അത് ഏതുപോലെ അറിയുമോ, ഇപ്പോൾ തൃക്കാക്കര മുനിസിപ്പാലിറ്റി, തൃക്കാക്കര പണ്ട് ഫേമസ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അറിയപ്പെടുന്നത് കാക്കാട. എന്നിട്ട് എന്തുകൊണ്ട് ആ തൃക്കാക്കര എന്ന് വാക്ക് മാറ്റി കാക്കാട് മുനിസിപ്പാലിറ്റി ആക്കിയില്ല? അത് നമ്മുടെ ഭരണകൂടങ്ങൾക്ക്, ഭരണകർത്താക്കളുടെയൊക്കെ കഴിവുകേടാണ് സൂചിപ്പിക്കുന്നത്. തൃക്കാക്കര അറിയപ്പെടുന്ന സ്ഥലം തെറ്റൊന്നുമില്ല, പക്ഷെ അത് കാലം മാറിയപ്പോൾ കാക്കനാണ് പ്രാധാന്യം. അപ്പോൾ നമ്മൾ തൃക്കാക്കര മുനിസിപ്പാലിറ്റി എന്ന് പ്രചരിപ്പിച്ചത് സമയം കൊണ്ട് കാക്കാട് മുനിസിപ്പാലിറ്റി പ്രചരിപ്പിച്ചതെങ്കിൽ അത് ഭാവിയിൽ വലിയ നേട്ടമാവുകയാണ്. അതൊന്നും ചെയ്യാതെ പോയി. കാരണം ഈ വിവരമില്ലാത്ത നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കൾ നല്ല ശതമാനം ഈ മെമ്പറായി കമ്മീഷനുമായി ജീവിക്കാൻ വേണ്ടി നടക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് അതിന് വായനയില്ല, അറിവുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അറിവുള്ള ഉദ്യോഗസ്ഥന്മാർ അവർ ചിന്തയുണ്ടോ? ഇപ്പോൾ കോട്ടയത്ത് വന്ന ഒരു രാമേന്ദ്രനോ, ട്രിവാൻഡ്രത്ത് വന്നൊരു തോമസിനോ, അല്ലെങ്കിൽ കോഴിക്കോട് വന്നൊരു ബോംബനോ എന്ത് കാര്യം? അവന് പണിയെടുത്ത് ശമ്പളം വാങ്ങിച്ച് അവൻ അങ്ങോട്ട് പോകുന്നു, നാട്ടിൽ ബന്ധമുണ്ടോ? അതാ പറഞ്ഞ് കഴിയുന്ന നാട്ടിൽ തന്നെ ജോലിക്ക് നിൽക്കണം. എന്നിട്ട് അവരുടെ മുഖത്ത് പോയി ചോദിക്കണം, നിങ്ങൾ ഈ നാട്ടുകാരാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ വേണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം. ആ ചിന്തയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇതെല്ലാം നാടിന് ഗുണത്തിന് പകരം ദൂഷ്യമാണ്. എങ്കിൽ പോലും ഇതൊക്കെ കഴിവുള്ളവരെ ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയിക്കുന്നു.